പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവവേദ്യമായ ഒരു സാഹചര്യം, അത് പൂർവ്വപിതാവായ യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം, യാക്കോബിനുണ്ടായ ഒരു ദർശനം. അതിൻ്റെ വളരെ പ്രസക്തമായ ഭാഗം വായിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വിചിന്തനത്തിലേക്ക് കടക്കാം. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അതറിഞ്ഞില്ല. ഭീതി പൂണ്ട് അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്! ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിൻ്റെ കവാടമാണ് ഇവിടം. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ഒളിച്ചോടുകയായിരുന്നു യാക്കോബ്. കുറ്റബോധത്താൽ തളർന്നതായിരുന്നു അവൻ്റെ ഹൃദയം. ജ്യേഷ്ഠനെ അവൻ വഞ്ചിച്ചു. ജ്യേഷ്ഠസ്ഥാനം അവൻ കരസ്ഥമാക്കി. ജ്യേഷ്ഠസ്ഥാനം കരസ്ഥമാക്കിയ യാക്കോബ് പിതാവിനെ അമ്മയുടെ സഹായത്തോടുകൂടി കബളിപ്പിച്ച് ജ്യേഷ്ഠന് അവകാശപ്പെട്ട അനുഗ്രഹവും വാങ്ങി. ഇത് രണ്ടും വാങ്ങിയെങ്കിലും അവൻ്റെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞു നിന്നു. തന്നെയുമല്ല, ജ്യേഷ്ഠൻ തന്നെ കൊല്ലും എന്ന തീരുമാനം എടുത്തതായും അറിഞ്ഞു. അതുകൊണ്ട് ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ്. ഉള്ളിൽ കുറ്റബോധം, ഹൃദയത്തിൽ നിറയെ ഭയം. ഓടി തളർന്ന വ്യക്തി എങ്ങും എത്തുന്നതിന് മുമ്പേ വഴിവക്കിൽ തളർന്നു വീണു. അവിടെ കിടന്നുറങ്ങി. പരാജിതനായ, ഭീരുവായ, പാപിയായ, പാപബോധത്താൽ, കുറ്റബോധത്താൽ തളർന്ന യാക്കോബ് വഴിവക്കിൽ തളർന്നു കിടന്നുറങ്ങി. പക്ഷേ ഉറങ്ങിക്കിടന്നവൻ്റെ മുകളിൽ അപ്രതീക്ഷിതമായി സ്വർഗം തുറന്നു. ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് യാക്കോബിൻ്റെ അടുക്കിലേക്കൊരു കോണി ഇറങ്ങി വന്നു. ആ കോണിയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന മലാഖമാരെ യാക്കോബ് കണ്ടു. യാക്കോബ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ദൈവത്തിൻ്റെ ശബ്ദം അവനെ കുറ്റപ്പെടുത്തുന്നതായിരുന്നില്ല, അവൻ്റെ ഉള്ളിലുള്ള ഭയത്തെ അകറ്റുന്നതായിരുന്നു. കുറ്റബോധം മാറ്റി, ഭയമകറ്റി അവന് പ്രത്യാശ നൽകുന്ന ശക്തി പകരുന്നതായിരുന്നു ആ ശബ്ദം. അവൻ്റെ കൂടെ എന്നും ഉണ്ടായിരിക്കും. നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും. നിന്നെ ഞാൻ സംരക്ഷിക്കും, അനുഗ്രഹിക്കും, തിരികെ ഈ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരും. അതൊരു വലിയ അനുഭവമായി. മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് കണ്ടു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അറ്റുപോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നത് പോലെ തോന്നി യാക്കോബിന്. ഇതൊരു വലിയ തുടക്കമായിരുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, രക്ഷാചരിത്രത്തിൽ തന്നെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അറ്റുപോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നതാണ് ഈ സ്വർഗം മുട്ട നിൽക്കുന്ന കോവണിയും മുകൾ പ്രത്യക്ഷപ്പെടുന്ന ദൈവവും. യേശു ഇത് പിന്നീട് പറയുകയുണ്ടായി. യേശു തന്നെയാണ് ദൈവമനുഷ്യ ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതെന്ന്. മനുഷ്യപുത്രൻ്റെ മേൽ സ്വർഗം തുറക്കുന്നതും മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും കാണും എന്ന് നഥാനായേലിനോട് യേശു പറഞ്ഞപ്പോൾ യാക്കോബിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയായിരുന്നു. യാക്കോബ് ഉണർന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു. യാക്കോബിന് മനസ്സിലായി. യാക്കോബിൻ്റെ കുറ്റബോധത്തിൻ്റെ ആ കലങ്ങിയ മനസ്സിൽ ദൈവത്തിൻ്റെ മുഖം കാണാനായിട്ട് ദൈവത്തിന് സാധിച്ചില്ല. പക്ഷേ ഉറക്കം തെളിഞ്ഞ് എണീറ്റപ്പോൾ യാക്കോബ് മനസ്സിലാക്കി താൻ ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന്. ഒരു പുതിയ അറിവ് യാക്കോബിന് കിട്ടി. ഭയം നോടിയ തന്നെ ദൈവം ശപിച്ചു തള്ളുന്നില്ല, വിധിക്കുന്നില്ല, ശിക്ഷിക്കുന്നുമില്ല. തൻ്റെ കൂടെയാണ്. തൻ്റെ തന്നെ കുറ്റബോധവും പാപബോധവുമാണ് തന്നെ വേട്ടയാടിയിരുന്നത്. വേട്ടയാടുന്നത് ദൈവമല്ല, ദൈവത്തിൻ്റെ ശിക്ഷയുമല്ല, മനുഷ്യൻ തന്നെയായിരുന്നു. ആ ഒരു അവബോധത്തോടുകൂടി യാക്കോബ് ആ സ്ഥലത്തിന് പേരിട്ടു ബഥേൽ. ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമായ ആ സ്ഥലം വഴിവക്കിലായിരുന്നു. ഈ ബഥേൽ എന്നത് ഒരു വലിയ അനുഭവത്തിൻ്റെ നാമം കൂടിയാണ്. ദൈവത്തിൻ്റെ ഭവനം. അത് എവിടെയുമാവാം. നമ്മുടെ പരാജയങ്ങളിലാവാം, നമ്മുടെ പള്ളികളിലാവാം, നമ്മുടെ ജോലിസ്ഥലത്താവാം, നമ്മുടെ വീട്ടിലാവാം, സർവോപരി നമ്മുടെ ഹൃദയത്തിലുമാവാം. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഹൃദയം തുറക്കാൻ തയ്യാറാവുന്നിടത്ത് ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമാകുന്നു. നമ്മുടെ തന്നെ കുറ്റബോധത്തിൽ, പാപത്തിൽ ഭയന്ന് ഒളിച്ചു പോകാതെ നമ്മുടെ മുകളിൽ വിരിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാനായിട്ട് നമുക്ക് കണ്ണുകൾ തുറക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവത്തിൻ്റെ ഭവനം. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ശാസിക്കാത്ത, ശിക്ഷിക്കാത്ത, നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുന്ന, നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ആ ദൈവിക സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ ഉള്ളിൽ ഈ ദൈവത്തിൻ്റെ ഭവനമുണ്ട്. ബഥേൽ എവിടെയുമാകാം, ഇവിടെയുമാകാം. ആ ബഥേലിലേക്ക്, ദൈവിക ഭവനത്തിലേക്ക്
ദൈവിക സാന്നിധ്യത്തിലേക്ക് നമുക്ക് കണ്ണു തുറക്കാം. ആമേൻ.